മീഖായുടെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിൻ്റെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ, കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞതാര്? മീഖാ പ്രവാചകൻ. കിടക്കമേൽ നീതികേട് സ്വരൂപിക്കുന്നവർ അവരുടെ തിന്മ പ്രവൃത്തികൾ നടപ്പിലാക്കുന്നത് എപ്പോഴാണ്? പുലരുമ്പോൾ തന്നെ. നീതികേട് നിരൂപിക്കുന്നവരുടെ പ്രവൃത്തി എന്തായിരിക്കും? തിന്മ പ്രവൃത്തി. തിന്മ പ്രവർത്തിക്കുന്നവർ അവരുടെ നിരൂപണങ്ങൾ നടത്തുന്നത് എവിടെ വെച്ച്? കിടക്കമേൽ വെച്ച്. തിന്മ പ്രവർത്തിക്കുന്നവരുടെ നിരൂപണങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? നീതികേടുള്ളത്. പുലരുമ്പോൾ ചെയ്യേണ്ട തിന്മകൾ ആലോചിച്ച് കിടക്കമേൽ നീതികേട് നിരൂപിക്കുന്നവരെക്കുറിച്ച് പ്രവചിക്കുന്നത് ആര്? മീഖാ പ്രവാചകൻ. നീതികേട് നിരൂപിക്കുന്നവർ എന്തെല്ലാം മോഹിക്കുന്നു? വയലുകളും വീടുകളും. അവർ വയലുകളെ മോഹിച്ചു പിടിച്ചു പറിക്കുന്നു. അവർ വീടുകളെ മോഹിച്ചു കൈക്കലാക്കുന്നതാര്? യാക്കോബ് ഗൃഹം. മോഹത്താൽ വയലുകളെ പിടിച്ചു പറിക്കുകയും വീടുകളെ കൈക്കലാക്കുകയും ചെയ്യുന്നവർ പീഡിപ്പിക്കുന്നത് ആരെല്ലാമാണ്? പുരുഷനെയും അവൻ്റെ ഭവനത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും. 10-ാമത്തെ ക്വസ്റ്റ്യൻ, ജനത്തിനെതിരെ നീതികേട് നിരൂപിക്കുന്നവരോട് യഹോവയുടെ നിരൂപണം എന്താണ്? അനർത്ഥം നിരൂപിക്കുന്നു. നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവരുടെ വംശത്തിൻ്റെ നേരെ യഹോവ വരുത്തുന്ന അനർത്ഥങ്ങൾ എന്തെല്ലാമാണ്? കഴുത്തുകളെ വിടുവിക്കുകയില്ല, നിവർന്ന് നടക്കുകയുമില്ല. ആർക്കാണ് വയലുകളെ വിഭാഗിച്ചു കൊടുക്കുന്നത്? വിശ്വാസത്യാഗികൾക്ക്. നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിച്ച ഇസ്രായേലിയരെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പറയുമെന്നാണ് അവർ കരുതുന്നത്? പരിഹാസവാക്യം ചൊല്ലും. പരിഹാസവാക്യം ചൊല്ലുകയും വിലപിക്കുകയും ചെയ്യുന്നത് ആരെക്കുറിച്ചാണ്? യാക്കോബ് ഗൃഹത്തെ. യഹോവയുടെ സഭയിൽ ഓഹരിമേൽ അളവുനൂൽ പിടിപ്പാൻ ആരുമുണ്ടാകാത്തത് ആർക്കാണ്? യാക്കോബ് ഗൃഹത്തിന്. മീഖാ പ്രവാചകനോട് എന്ത് ചെയ്യരുതെന്നാണ് യാക്കോബ് ഗൃഹം പറയുന്നത്? പ്രസംഗിക്കരുതെന്ന്. നേരായി നടക്കുന്നവന് ഡാഷ് ഗുണകരമല്ലയോ? എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലയോ? നേരായി നടക്കുന്നവന് എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലയോ എന്ന് ചോദിച്ചതാര്? മീഖാ പ്രവാചകൻ. യുദ്ധവിമുഖന്മാരായി നിർഭയന്മാരായി കടന്നു പോകുന്നവരുടെ വസ്ത്രത്തിന്മേൽ നിന്ന് വലിച്ചെടുത്തത് എന്താണ്? പുതപ്പ്. യുദ്ധവിമുഖന്മാരായി പോകുന്നവരോട് ഇസ്രയേൽ നേതാക്കളുടെ ക്രൂരത എന്തായിരുന്നു? അവരുടെ വസ്ത്രത്തിന്മേൽ നിന്ന് പുതപ്പ് വലിച്ചെടുക്കുന്നു എന്നുള്ളതായിരുന്നു. ജനത്തിൻ്റെ സ്ത്രീകളെ അവരുടെ സുഖകരമായ വീടുകളിൽ നിന്ന് ഇറക്കിക്കളയുന്നതാര്? യാക്കോബ് ഗൃഹം. യഹോവയുടെ ജനത്തിൻ്റെ പൈതങ്ങളോടുള്ള ക്രൂരത എന്തായിരുന്നു? അവരുടെ ദൈവമഹത്വം സദാകാലത്തേക്ക് അപഹരിച്ചു കളയുന്നു എന്നുള്ളതായിരുന്നു. വീടുകളിലെ ദൈവമഹത്വം എന്ന് പരാമർശിച്ചിരിക്കുന്നത് ആരെയാണ്? പൈതങ്ങളെ. ഇസ്രയേൽ ജനം ഇഷ്ടപ്പെടുന്ന പ്രസംഗം ആരുടേതാണ്? വ്യാജ പ്രസംഗിയുടേത്. ഇസ്രയേൽ ജനം അംഗീകരിക്കുന്ന വ്യാജ പ്രസംഗിയുടെ പ്രസംഗം എന്തിനെക്കുറിച്ചാണ്? വീഞ്ഞിനെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും. ഞാൻ നിങ്ങൾക്കുള്ളവരെയൊക്കെയും ചേർത്തുകൊള്ളും എന്ന് യഹോവ അരുളി ചെയ്തത് ആരോടാണ്? യാക്കോബിനോട്. യഹോവ ഇസ്രയേലിൻ ജനത്തെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത്? തൊഴുത്തിലെ ആടുകളെപ്പോലെയും മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെപ്പോലെയും. തൊഴുത്തിലെ ആടുകളെപ്പോലെ യഹോവ ഒരുമിച്ച് കൂട്ടുന്നത് ആരെയാണ്? ഇസ്രയേലിൻ ശേഷിപ്പുള്ളവരെ. ഇസ്രായേലിൻ ശേഷിപ്പുള്ളവരെ പുറപ്പെടുവിക്കുന്നതിന് അവർക്ക് മുമ്പായും അവരുടെ തലയ്ക്കലും നടക്കുന്നത് ആരാണ്? അവരുടെ മുമ്പായി രാജാവും അവരുടെ തലയ്ക്കൽ യഹോവയും നടക്കും. 30-ാമത്തെ ക്വസ്റ്റ്യൻ, സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ് മീഖാ പ്രവാചകൻ്റെ പുസ്തകം? 33-ാമത്തെ. മീഖായുടെ പുസ്തകത്തിലെ 2-ാമത്തെ അധ്യായത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.
ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു.